ഓ വെള്ളം ഒഴിച്ചടിക്കേട്ടാ. ഞാൻ പോലീസ് കോൺസ്റ്റബിളാണ്. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ മര്യാദകളാവാം. എന്ത് പറ്റി? ആൾക്ക് ഇപ്പൊ പഴയ പോലെ പോലീസിനെ പേടില്ലാണ്ടായോ? ഞാൻ ചോര തിന്നണത്. ഓ നീ എപ്പോഴും യൂണിഫോം മാത്രമായിരിക്കില്ലല്ലോ. ഇന്ന് ഞാൻ യൂണിഫോം വൈകിട്ട് ഇറങ്ങാറുണ്ടാ. സൗകര്യമുള്ളപ്പോ പറ, അന്ന് നേരത്തെ വരാം. വാക്കുകളാണ് പറയുമ്പോ സൂക്ഷിച്ചോണം. ഇന്നല്ല നിന്റെ മോളിൽ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ആരാണ് ഈ വിദ്വാൻ? അവനെ കിട്ടിയ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുക്കാമായിരുന്നു. ഞാൻ എന്തിനാണ് കാര്യം ചോദിച്ചു നിന്റെ അടുത്ത്? നീ കണ്ടല്ലേ എന്റെ കൈ വയ്യായിരുന്നില്ല, രണ്ടെണ്ണത്തിന് ഞാൻ വിട്ടില്ല. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. ഇപ്പൊ നിക്കണത് അഭ്യാസം കാണിച്ചില്ല. അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ നിന്നുണ്ടല്ലോ, നിന്നെ നല്ല ഒന്നാം തര പണിയും ഞാൻ അകത്ത് കൊടുക്കും. മനസ്സിലായോ? നൈരെ എന്റെ മുടി വേദനിക്കാണ്, എന്റെ മുടി വേദനിക്കാണ് നൈരെ. പിടിച്ചു വലിച്ച ഭയങ്കര വേദനയാണ്. നീ കൈ എടുക്കടാ. നീ ആദ്യം കൈ വിടറാ. പോലീസുകാരെ തൊട്ട് കളിക്കണം. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇന്നലെ ഒരു ചെക്കൻ കഞ്ചാവ് വലിക്കാൻ കാശ് പൊട്ടിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യാൻ സ്വന്തം അമ്മയുടെ തലമണ്ടടിച്ച് പൊട്ടിച്ചു. സ്കൂളിൽ പഠിക്കുന്നവനാണ്, ഇമാരുടെ കൂട്ടുകാരനാണ്. ഇവന്മാരെ പോലുള്ള പിള്ളേര് ഈ സാമാനം കുത്തി കയറ്റി ബോധമില്ലാണ്ട് രാത്രി റോഡിലിറങ്ങി നടന്ന് ഒരു സമൂഹം ഇതിനെതിരാണ്, ഒരു സമൂഹം എതിരാണ്. இந்த ட்ரக்கோட எஃபெக்ட்ஸ் என்னன்னு தெரியுமா? நேத்தி வத்தல பாக்கு புகையில அதோட மாடர்ன் வெர்ஷன் அப்படின்னு நினைச்சுக்கிட்டு இருக்கீங்க. நோ, இப்படியே போச்சுன்னா குரங்க மாறிடும் சார். ചോരയല്ല, ഇനി പടഞ്ഞു വിടാനും ശരി തന്നെ വിടില്ല. മനസ്സിലായടാ? എനിക്ക് ഇറങ്ങാൻ അറിയാം. ഞാൻ ചാടും, പോണ വഴിക്ക് തന്നെ ചാടും. നീ ഇറങ്ങടാ, നീ ഇറങ്ങി. എന്തിന് കുഴപ്പം? പ്രശ്നം പറ കേട്ടോ. കഞ്ചാവ് വലിക്കുന്നതാണോ നീ എനിക്ക് കാണുന്ന കുറ്റം? അല്ല പ്രശ്നം പറ. പ്രശ്നമൊക്കെ പറയേണ്ടടുത്ത് നീ പറയും. നിന്റെ വണ്ടി എവിടെ? എന്റെ വണ്ടിയൊന്നും ഇല്ല കേട്ടോ. അതിലിരുന്ന ബാഗുകൾ യാത് ബാഗ്? എന്റെ യാത് വണ്ടി? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. രണ്ടല്ല കാലിലും കൂടെ തോക്കും കൂടെ കൊണ്ടുവരാൻ പറ. പിടിവിട, ഓടിവിട, പേടിക്കല്ല. ഇങ്ങനെ പേടിക്കലടാ. ഇത് സജാചാരമൊന്നുമല്ല. മറ്റേ സാറേ അമ്മമാരെങ്ങനെയാണെന്നുള്ള ഒരു ഇതില്ലേ, അതാണ് ഈ വീഡിയോ എടുപ്പ്. വേറെ കുഴപ്പമൊന്നുമില്ല. അഭ്യാസം കാണിച്ചില്ല. അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ ആ പരനാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ ബോറം നിനക്ക് വേണം. ഈ പഠിക്ക് വന്നതേ നിന്നെപ്പോൾ ഊലാമ്പികൾക്ക് ചെരക്കാനല്ല. വേണ്ട വേണ്ടെന്ന് വെച്ചപ്പോ എനിക്ക് ആശാന്റെ തല കയറി തരാം, അണ്ടി വിട്ട് തളം തരാം. ഇനി നീ വലിയ വർത്തമാനം പറഞ്ഞ എന്റെ കാലെ പിടിച്ചും പിച്ചലടിക്കും. നിനക്കെന്റെ സ്വഭാവം അറിയാൻ പാടാത്തോണ്ടാണ് പോലീസ് പിടികൂടിയതോ. ആര്യനാട്, നെടുമങ്ങാട്, കാട്ടാക്കട ഉൾപ്പെടെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്ന് പോലീസ് പറഞ്ഞു. എന്തെങ്കിലും ചെയ്യട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ശിക്ഷിച്ച് ജയിലിലേക്ക് വെച്ചിട്ട് എന്തോ ചെയ്യാനാ? ദിവസം ചിക്കനും മട്ടനും കൊടുത്തിങ്ങനെ വീർപ്പിക്കാനോ? കുറെ എണ്ണം കിടപ്പുണ്ടല്ലോ അവിടെ, ഒറ്റ കയ്യനും കൈയില്ലാത്തവനും ഒക്കെ ആയിട്ട്. കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. വയനാട് അങ്ങനെ തന്നെ നടക്കട്ടെ. അതാണ് വയനാട്. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി